നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 20 കോടി നേടിയ ഭാഗ്യശാലി കോട്ടയത്തെന്ന് സൂചന. XC138455 എന്ന നമ്പറാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. സുദീപ് എ എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് സുദീപ്. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് അടുത്തുള്ള കടയിൽ വിറ്റ ടിക്കറ്റാണ് സമ്മാനാർഹമായിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ന്യൂ ലക്കി സെന്റർ എന്ന കടയിൽ ആണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ഓരോ കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കും. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കുമാണ് ലഭിക്കുക. എങ്ങനെ ലോട്ടറി ഫലം അറിയാം? സ്റ്റെപ്പ് 1. നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും വെബ് ബ്രൗസറിൽ പ്രവേശിക്കുക. ബ്രൗസറിലെ സെർച്ച് ബാറിൽ www.keralotteries.com എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന കേരള സ്റ്റേറ്റ് ലോട്ടറീസ് എന്ന സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ ലഭിക്കുന്ന പേജിന്റെ മുകളിൽ നൽകിയിരിക്കുന്ന റിസൾട്ട് വ്യൂ എന്ന ബട്ടണോ അല്ലെങ്കിൽ താഴെ കാണുന്ന ലോട്ടറി റിസൾട്ട് എന്ന ബട്ടണോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ ലോട്ടറിയുടെ പേര്, നറുക്കെടുപ്പ് നമ്പർ, നറുക്കെടുപ്പ് തീയതി എന്നിവ അടങ്ങിയ ഒരു പട്ടിക കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഫലമറിയേണ്ട ടിക്കറ്റ് തിരഞ്ഞെടുത്ത് അതിന്റെ സമീപത്ത് കാണുന്ന വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു PDF ലഭ്യമാകും. അതിൽ ഒന്നാം സമ്മാനം മുതൽ അവസാന സമ്മാനം വരെ ലഭിച്ച ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആദ്യ 3 സ്ഥാനങ്ങളിലെ ടിക്കറ്റ് നമ്പറുകൾ കോഡും സ്ഥലവും ഉൾപ്പെടെ പൂർണ്ണ രൂപത്തിലും നൽകിയിരിക്കുക. നാലാം സമ്മാനം മുതലുള്ള ടിക്കറ്റുകളുടെ ആദ്യ 4 അക്കങ്ങളുമായിരിക്കും സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുക. സ്റ്റെപ്പ് 7. കേരള ലോട്ടറി ഒഫീഷ്യൽ എന്ന ലോട്ടറി വകുപ്പിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ഫലം തത്സമയം അറിയാൻ സാധിക്കും. ഏതായാലും ഓണം ബമ്പർ ലഭിച്ച ഭാഗ്യശാലിയൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യ 2 ദിവസം ഭാഗ്യശാലി കാണാമറയത്തായിരുന്നുവെങ്കിലും പിന്നീട് സ്വമേധയാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയായിരുന്നു. ആദ്യം അദ്ദേഹം തനിക്കാണ് ലോട്ടറി ലഭിച്ചത് എന്നറിഞ്ഞ ഉടനെ തന്നെ പതിയെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഭാര്യയോടും അമ്മയോടും സന്തോഷം പങ്കുവച്ചു. അതിനുശേഷം തനിക്ക് ടെൻഷൻ ആയിരുന്നു, എങ്ങനെയായിരിക്കും ഇനിയുള്ള ജീവിതം എന്ന് ഓർത്ത് ടെൻഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. എന്തായാലും പിന്നീട് മാധ്യമങ്ങളെ വന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം.